എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ജന്തർ മന്ദിർ നടന്നുകൊണ്ടിരിക്കുന്ന CJP എന്നു പേരുള്ള പാർട്ടികളുടെ സമരവുമായി ബന്ധപ്പെട്ട അതിനിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ സമരത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ പിരിച്ചുകൊടുത്തത് ഏകദേശം 200 കോടി രൂപയോളം ആണ് എന്നാണ്. അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഓൾറെഡി ഇവർ ആരാണ് കൊടുത്തത്, എന്താണ്, എങ്ങനെയാണ് പണം വന്ന വഴി, അതിൻ്റെ സോഴ്സ് എല്ലാം വ്യക്തമായി ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. ഈ സമരം നടങ്ങിക്കോട്ടെ, അതിനുശേഷം 1 by 1 ആയിട്ട് എല്ലാവരും പൊക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതായത് പൂർവ്വകാല ചരിത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, കർഷക സമരമായാലും ഈ CAA NRC സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് ആൾക്കാർ പൊട്ടിച്ച കോടികളെ കണക്കില്ല. ആ ആൾക്കാരൊക്കെ പിന്നീട് എല്ലാവരും പൊക്കിയിരിക്കുകയാണ്. അപ്പോൾ അവർ ഇന്ത്യയിൽ ഏത് ജയിലിലാണ് പോലും ഉള്ളത് എന്ന് ഇപ്പോൾ ആർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ പൈസ കൊടുത്ത എല്ലാ ആൾക്കാരെയും ഈ CJP ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ഏകദേശം ഒന്ന് കെട്ടടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പൊക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇന്നലെ തന്നെ ചില വാർത്തകൾ വന്നിരുന്നു. ഇവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത് ഖത്തറിൽ നിന്നാണ്. അതായത് അവിടെ സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈൻ ഡെലിവറി ആപ്പുകൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ഡെലിവറി ചെയ്യുന്നു. അതായത് ഇവർ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് കഴിഞ്ഞ ദിവസം, ഒരു ദിവസം മാത്രം സ്വിഗ്ഗി സൊമാറ്റോയിൽ ഓർഡർ വന്നത്. ഖത്തറിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ഓർഡേഴ്സാണ് വന്നത്. അപ്പോൾ വളരെ നിർണായകമായ, അതായത് ഇത് ശരിക്കും വിദ്യാർത്ഥി സമരം എന്നാണ് പറയുന്നത്. അതായത് ഇവരുടെ ആവശ്യം എന്താണ്? നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും നീറ്റ് എക്സാം എഴുതിയ ആൾക്കാരാണോ? അല്ല. ഈ നീറ്റുമായി ബന്ധപ്പെട്ട സ്റ്റുഡൻസ് ആണോ? അല്ല. ഇവരൊക്കെ സമരം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ സമരം ഈ ആദ്യം സോനം വാങ്ചുക്കാണ് സമരം തുടങ്ങിയത് നിരാഹാര സമരം തുടങ്ങിയത്. അതിനുശേഷം അദ്ദേഹം തന്നെ ഈ സമരം അവസാനിപ്പിച്ച് പറഞ്ഞു ഇപ്പോൾ സമരം ചെയ്യുന്നത് ആന്റി നാഷണൽ എലമെന്റ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്ഥലം വിട്ടു. പിന്നീട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഐസ, SFI, ASF, പിന്നെ ഈ തീവ്രവാദ സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളാണ് ഇവിടെ ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു സംശയമില്ല. ഇപ്പോൾ ജിഹാദികൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ സമരത്തിൻ്റെ നേച്ചർ മാറിയിരിക്കുകയാണ്. അത് ആദ്യം ഇവർ വന്നത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ഒരു ഇതിലല്ല ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഫ്രീ ഉമർ ഖാലിദ്, അത് ആർട്ടിക്കിൾ 370 വീണ്ടും പുനഃസ്ഥാപിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആസാദി മുദ്രാവാക്യങ്ങൾ, കാശ്മീരി ആസാദി മുദ്രാവാക്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നും നോക്കണ്ട, ഒരു സംശയമില്ല, ഇതിന് പിന്നിൽ കേരളത്തിലെ അടക്കമുള്ള ജിഹാദി ശക്തികളാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ സമരം ഇങ്ങനെ, അതായത് നമുക്ക് സംശയമുണ്ടാകും കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആന്റി നാഷണൽ സ്ലോഗൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്തിനാ അവിടുത്തെ CRPF ജവാനെ വരെ ആക്രമിക്കുന്ന വീഡിയോകൾ ഞങ്ങൾ കണ്ടു, സോഷ്യൽ മീഡിയയിൽ വെച്ച് കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് സംശയം ജനിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. മുമ്പ് CAA NRC സമയത്ത് അവിടെ 3 മാസമാണ് ഡൽഹി ഹൈവേ പോലും സ്തംഭിപ്പിച്ചുകൊണ്ട്, അതായത് ഒരു മണിക്കൂറിൽ ലക്ഷക്കണക്കിന് വാഹനങ്ങൾ പോലും കടന്നു പോകുന്ന അത്തരം റോഡുകളൊക്കെ ഉപരോധിച്ചിട്ടാണ് ഇവർ സമരം ചെയ്തത്, ഷഹീൻ ബാഗിലടക്കം. അപ്പോൾ അവിടെ 3 മാസത്തോളമാണ് ഇവർ സമരം ചെയ്തത്. അപ്പോൾ ഓരോ സമയവും ഓരോ ദിവസവും അന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഇവർക്ക് ഫണ്ട് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഫണ്ട് ഇവിടുന്ന് വരുന്നത്, അതൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ ഓരോ ദിവസം ഇവർ മോണിറ്റർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് പിന്നിൽ എല്ലാ ആൾക്കാരും CAA NRC സമരത്തിലെ ആൾക്കാരെല്ലാം കുറേ കാര്യങ്ങൾ അന്ന് കേന്ദ്ര സർക്കാരിന് വിവരങ്ങൾ ലഭിച്ചു, കുറേ ആൾക്കാർ അകത്തിട്ടു. അപ്പോൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പല പല വിവരങ്ങളും ആ സമരത്തിൽ ലഭിച്ചു. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ചില സമയത്ത് സ്ട്രാറ്റജിക് സൈലൻസ് എന്ന് വെച്ചാൽ ഇത്തരം ആൾക്കാരെ പുറത്ത് കൊണ്ടുവരിക, അവർ ഏതറ്റം വരെ പോകും എന്ന് കാത്തിരിക്കാൻ വേണ്ടി തന്നെയാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. കേരളത്തിൽ PFI നിരോധിച്ചപ്പോൾ PFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന CA റൌഫിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യില്ല? CA റൌഫിനെ തൂക്കിയെടുക്കാം, പക്ഷെ അവൻ ഒളിവിലിരുന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അവനെ വെറുതെ വിട്ടത്. അല്ലാതെ അവനെ പിടിക്കാൻ പറ്റാഞ്ഞിട്ടല്ല. അവൻ കുറേ 3-4 മാസം ഒളിവിൽ കഴിഞ്ഞിട്ട് അവസാനം ഷൊർണൂർ വെച്ചാണ് ഈ CA റൌഫിനെ പൊക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഇവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത എല്ലാ ആൾക്കാരുടെ ഡീറ്റെയിൽസും, അവരുടെ പേരും മേൽവിലാസവും പിൻകോഡും എല്ലാം അടക്കം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർ ഈ അന്വേഷണ ഏജൻസികൾ ഒരു സ്ട്രാറ്റജിയാണ് അത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ജന്തർ മന്ദിറിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാർട്ടികളുടെ സമരം ഇപ്പോൾ ജിഹാദികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കേരളത്തിൽ ഉൾപ്പെടെ 200 കോടി, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത്തരം ഒരു ക്യാഷ് അവിടേക്ക് ഒഴുകിയിട്ടില്ല എന്നാണ് ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തത്. 200 കോടി രൂപ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ഇവർ ഒഴുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ സമരമുഖത്ത് നിൽക്കുന്ന ആൾക്കാർ ആവശ്യം ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കലല്ല, ഇപ്പോൾ നരേന്ദ്രമോദി രാജിവെക്കണം, അത്ര സർക്കാർ തന്നെ രാജിവെക്കണം തരത്തിലേക്കാണ് അവർ ഓരോ ദിവസം ഓരോ ഇതൊക്കെ ഉന്നയിക്കുന്നത്. അപ്പോൾ ചിത്രം വ്യക്തമാണ്. അതായത് ഇവരുടെ ഉദ്ദേശം നീറ്റ് ചോദ്യപേപ്പർ
പേപ്പർ ചോർച്ചയോ അതൊന്നുമല്ല. ഇവരുടെ ആവശ്യം മോദിയെ താഴെയിറക്കുക തന്നെയാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ഇപ്പോൾ പല ആൻറ്റി നാഷണൽ എലമെൻസും കയറി വന്നിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വ്യക്തമായി വീഡിയോ സഹിതം ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, പോലീസുകാരനെ അവിടെ AI ക്യാമറ ബോഡിയിൽ പതിപ്പിച്ചിട്ടാണ് ഇവർ ഈ സമരക്കാരെ നേരിടാൻ വരുന്നത്. എല്ലാ ആൾക്കാരെയും ഫേസ് ഡിറ്റക്ഷൻ എല്ലാം കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആരൊക്കെയാണ് വരുന്നത്, അവിടെ സമരത്തിൽ വരുന്ന എല്ലാ ആൾക്കാരുടെയും വിവരങ്ങൾ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കയ്യിലുണ്ട്. സമരം ഒന്ന് കഴിഞ്ഞോട്ടെ, എല്ലാത്തിനെയും പൊക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അതുമാത്രമല്ല, ഇവർക്ക് ആരാണ് ഫണ്ട് ചെയ്തത്, ഇവരുടെ അക്കൗണ്ടിലേക്ക് എന്തെങ്കിലും പൈസ വന്നോ, അതിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പാരലായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പിന്നീടല്ല, ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ അന്വേഷണം തന്നെ പകുതി ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. ആരൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ സംസ്ഥാനത്ത് ആരൊക്കെ ഇപ്പോൾ ഡൽഹിയിലേക്ക് വരുന്നുണ്ട്, ഡൽഹിയിൽ നിന്ന് ഏതൊക്കെ കോൾ പുറത്തോട്ട് പോകുന്നുണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കേന്ദ്ര സർക്കാർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്ന മണ്ടന്മാരാണെന്ന് വിചാരിച്ചോ, അവർ ഇതിനെതിരെ ശക്തമായ മറുപടി ഇവർക്ക് നൽകിയിരിക്കും. അതായത് ഇനി ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും സമരത്തിന് വരാൻ പറ്റാത്ത രീതിയിൽ കേന്ദ്ര സർക്കാർ വരെ പൂട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ ഒരു സമരത്തിനുണ്ടല്ലോ, ഈ സമരം ഇനിയും രാജ്യവ്യാപകമായി മാറ്റാൻ പോകുന്നു എന്നാണ് ഈ അഭിജിത്ത് ദീപ്കയൊക്കെ പറയാമെന്ന്. ഇപ്പോൾ ഇവരുടെ ആവശ്യം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറേ അമേരിക്കൻ സൈന്യത്തിൽ നിന്ന് റിട്ടയർഡ് ആയ ആൾക്കാരൊക്കെ ഇന്ത്യൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ കലാപ സമയത്ത് നമ്മൾ കണ്ടു, ബംഗ്ലാദേശിൽ എന്താ കണ്ടേ, ബംഗ്ലാദേശിൽ ഈ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥികളെ ഇറക്കിയിട്ട് അവിടെ വലിയ രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാക്കി. ആ പ്രക്ഷോഭത്തിൽ ഈ അമേരിക്കൻ സൈനികർ കയറിയിട്ട് 2-3 പിള്ളേരെ അങ്ങ് കാച്ചിക്കളഞ്ഞു, 4-5 പിള്ളേരെ കാച്ചിക്കളഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ വെച്ച് അവരുടെ ഡെഡ് ബോഡി, അവരുടെ മൃതശരീരം വെച്ചിട്ടും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തിയിട്ടാണ് ആ ജനാധിപത്യമായ രീതിയിൽ അധികാരത്തിലേറിയ ഷെയ്ഖ് ഹസീനെ ഇവർ പുറത്താക്കിയത്. അപ്പോൾ സമാനമായ സാഹചര്യത്തിൽ ഇവിടെ അത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ ബംഗ്ലാദേശല്ല ഇന്ത്യ എന്ന് വെച്ചാൽ, ബംഗ്ലാദേശിൽ അവിടെ സൈന്യവും പോലീസൊക്കെ സമരക്കാർക്ക് അനുകൂലമായിരുന്നു. അതായത് ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് സമരക്കാർക്ക് വിട്ടുകൊടുത്തൊരു ചരിത്രമുണ്ട് ഇവിടെ. വളരെ പൈശാചികമായ ഒരു സംഭവമായിരുന്നു ദീപു ചന്ദ്രദാസിൻ്റെ അവിടെ കൊലപാതകം. അപ്പോൾ സമാനമായ രീതിയിൽ ഇവിടെയും കലാപം ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയ വഴി എന്താ പറയുക, കുറച്ച് സമരക്കാർ, കുറച്ച് രക്തസാക്ഷികൾ ഇവർക്ക് വേണം. അപ്പോൾ ഈ പോലീസുകാരും അമേരിക്കയിൽ നിന്ന് വന്ന ഈ പോലീസുകാരും സൈന്യത്തിലെ ആൾക്കാരും ഇവരെ ആൾക്കാരൊക്കെ ഈ സമരം കൊടുമ്പിരി കൊള്ളുമ്പോൾ 2-3 ആളെ കാച്ചിട്ട് ഈ മൃതശരീരം വെച്ചിട്ട് ഇവർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ക്യാമ്പയിൻ ആരംഭിക്കും. അതിൻ്റെ പേരിൽ സർക്കാരിനെ അട്ടിമറിക്കാം എന്നാണ് ഇപ്പോൾ ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നടക്കില്ല. ഇവിടുത്തെ സൈന്യവും അതുക്കും മേലെയുള്ള ഒരു സംഭവം ഇവിടെയുണ്ട്. RSS എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെയുണ്ട്. അത് ഉള്ളിടത്തോളം കാലം ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. എന്ത് തന്നെയാലും കേരളത്തിലെ ജിഹാദി സംഘടനകളോടും പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങളുടെ 100 അല്ല 500 അല്ല 1000 അല്ല 10,000 കോടി പൊട്ടിച്ചു കഴിഞ്ഞാലും ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സമരം അവസാനിക്കും. നിങ്ങൾ കാശ് കൊടുത്ത എല്ലാ ആൾക്കാരെയും ഒരു 10 രൂപ പോലും ഇതിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പൊക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇത്തരം ഇതിൽ സംഭാവന കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോ. ED അല്ലെങ്കിൽ ഇത്തരം അന്വേഷണ ഏജൻസികൾ നിങ്ങളെ പുറകിലെ ഉണ്ട്. ഏത് ജയിലിലാണെന്ന് പോയി UAP ചുമത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജയിലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാമ്യം പോലും കിട്ടില്ല. പിന്നെ ഇന്ത്യയിലെ ഏത് ജയിലിലാണ് എന്ന് പോലും എന്താ പറയുക, ബന്ധുക്കൾക്ക് പോലും അറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും. ഇപ്പോൾ തന്നെ പല പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ തീവ്രവാദികൾ ഇപ്പോൾ ജയിലിലുണ്ടല്ലോ, അവർ ഇന്ത്യയിലെ ഏത് ജയിലിലാണ് ഉള്ളത് പോലും എന്ന് അവരുടെ ബന്ധുക്കൾക്ക് പോലും അറിയില്ല. അതായത് ജാമ്യം എടുത്തിട്ട് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പോയി കഴിഞ്ഞാൽ അവനെ തൂക്കും. അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ. അതിന് എന്താ പറയണ്ടേ, ഇത്തരം രാജ്യവിരുദ്ധ ശക്തികൾക്ക് സംഭാവന നൽകുന്നത്, അതായത് രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ പോകുന്ന ഇതിന് കൂട്ടി നിന്നാൽ നിങ്ങൾക്കും അതേ ഗതിയായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.